തറാവീഹ് നിസ്കരിക്കുന്നത് 8 വേണ്ടത് അല്ല 20? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നിസ്കരിച്ചു എന്നുള്ളത് സഹീഹായ രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര റക്അത്താണ് നിസ്കരിച്ചത് സഹീഹായ രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി 3 ദിവസത്തെ തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളൂ. ആള് കൂടി വന്നു അല്ലേ? അപ്പോ 3-ാം ദിവസം മുത്തറസൂൽ പുറത്തിറങ്ങി വന്നില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കോളിംഗ് ബെല്ല് അടിക്കുകയാണ്, ഞങ്ങളിവിടെ ഉണ്ടട്ടോ ഇവിടെ ഉണ്ടട്ടോ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നില്ല. പിറ്റേ ദിവസം മുത്തറസൂൽ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ, പക്ഷെ ഞാൻ വരാതിരുന്നത് നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് ഇതെങ്ങാനും ഫർളായി പോകുമോന്ന് ഭയന്നിട്ടാണ്. പിന്നെ ഒറ്റയും തെറ്റയായിട്ടാണ് ജമാഅത്ത് നടന്നത്. ഒരു സംയുക്ത ജമാഅത്ത് നടന്നിട്ടില്ല. മുത്തറസൂൽ മരിക്കോളവും മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭരണം 2.5 വർഷം നിന്നു. ആ സമയത്തൊന്നും ഒരു സംയുക്ത ജമാഅത്ത് പള്ളിയിൽ വെച്ച ഒരൊറ്റ ജമാഅത്ത് നടന്നിട്ടില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഭരണത്തിലേറി. അവിടുന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരാൾ ഒരു ചുമരിൻ്റെ അവിടെ, വേറൊരാൾ ഒരു തൂണിൻ്റെ അവിടെ, പിന്നെ 2 ആളും ഒരു ഇമാമും, ഇങ്ങനെ പള്ളിയിൽ പല രീതിയിൽ ഇങ്ങനെ നിസ്കാരം നടക്കുന്നത് കണ്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, അല്ലാ ജുമഅത്ത് അലാ ഇമാമിൻ വാഹിദ്, ഇതൊരു ഇമാമിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടി എത്ര നന്നായിരിക്കും. അങ്ങനെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹിന്റെ ജമാഅത്ത് പുനഃസ്ഥാപിക്കുന്നത്. ജമാഅത്ത് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കല്ല, പിന്നെ പുനഃസ്ഥാപിക്കുകയാണ്. മീൻസ് റസൂലുള്ളാഹി തങ്ങൾ 3 ദിവസം നിസ്കരിച്ചിട്ടുണ്ട്, അത് പിന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. അത് പിന്നെയും റീസെറ്റ് ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ എല്ലാ സഹാബിമാരും ഒരുമിച്ച് കൂടിയ ജമാഅത്തിൽ 20 റക്അത്തായിരുന്നു നിസ്കരിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഇമാം മാലിക് തങ്ങളുടെ മുവത്തയിലുണ്ട്, മറ്റ് ഹദീസിന്റെ കിതാബിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബ്രീഫായിട്ട് മനസ്സിലാക്കണം. റസൂലുള്ളാഹി തങ്ങൾ എത്ര നിസ്കരിച്ചു എന്ന് സഹീഹായ റിവായത്തുകളിലില്ല. സിദ്ദീഖ് തങ്ങളുടെ കാലത്തും റസൂൽ തങ്ങളുടെ ശേഷകാലത്തും തറാവീഹ് ഒറ്റ ജമാഅത്തായിട്ട് നടന്നിട്ടില്ല. പണ്ട് 3 ദിവസം റസൂലുള്ളാഹി നടത്തിയ ജമാഅത്ത് പിന്നെ പുനഃസ്ഥാപിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അന്ന് മദീനത്തെ പള്ളിയിൽ വലിയ ജമാഅത്ത് നടന്നത് 20 റക്അത്തുമാണ്. സഹാബാ കിറാം ഒന്നിച്ചു പങ്കെടുത്തത് 20 റക്അത്തിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം നിസ്കരിച്ചത് 20 റക്അത്താണെന്ന് ബോധ്യമുള്ള മനസ്സിലാക്കിയ സഹാബികളുടെ ഇജ്മാഅ് ഏകകണ്ഠമായ അഭിപ്രായമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 റക്അത്ത് ജമാഅത്ത് നിർവഹിക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധനായ ഒരു മുജാഹിദ് പണ്ഡിതനായിരുന്നു. ഞാൻ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് പറയല്ലോ കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹു 20 നടത്തിയത് എന്നുള്ളതിന് തെളിവ് പറയാണ് ഉമർ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം പറയുന്നുണ്ട്, മക്കത്ത് ഉമർ തറാവീഹ് 20 ആക്കിയാൽ വെളിങ്ങോട്ട് ഉമർ അത് 8 ആക്കി ചുരുക്കുന്നു എന്ന്. ഒരു ധിക്കാരത്തിന്റെ വർത്തനാണ്. മക്കത്തെ ഉമർ, അദ്ദേഹത്തിന്റെ പേര് ഉമർ മൗലവിയാണ്. മക്കത്തെ ഉമർ തറാവീഹ് 20 ആക്കിയിട്ടുണ്ടെങ്കിൽ വെളിയങ്കോട്ട ഉമർ അത് 8 ആക്കി ചുരുക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മീൻസ് ഉമർ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത് 20 റക്അത്തായിരുന്നു. എല്ലാ സഹാബികളും അന്ന് ഏകകണ്ഠമായ അഭിപ്രായത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ഹറമുകളിലും അന്ന് മുതൽ ഇതുവരെയും 20 റക്അത്ത് നടന്നു വരുന്നുണ്ട്. ഇനി ഒരു ഭാഷാപരമായ ചർച്ച നമുക്ക് നടത്തി വെക്കാം. തറാവീഹ് എന്ന് പറഞ്ഞ തർവിഹത്ത് എന്ന് പറയുന്നതിന്റെ പ്ലൂരലാണ്, ബഹുവചനം. തർവിഹത്ത് പറഞ്ഞാൽ വിശ്രമിക്കുകയാണ്. അറബി ഭാഷയിൽ ബഹുവചനം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 3 എണ്ണം ഉണ്ടാകും. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അങ്ങനെയാണ് അറബി, മലയാളം, സംസ്കൃതം പോലെയുള്ള ഭാഷകളിലൊക്കെ. ഇംഗ്ലീഷിലൊക്കെ ഏകവചനവും ബഹുവചനമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ PhDയും പിന്നെ ഡോക്ടറേറ്റ് ഒക്കെ നേടാൻ പോകുന്ന നമ്മുടെ നൂറാനിക്ക് മുമ്പിലുണ്ട്. നമുക്കൊക്കെ അറിയാം ഇംഗ്ലീഷിൽ ഏകവചനവും ബഹുവചനമേ ഉള്ളൂ. അറബി ഭാഷയിൽ ബഹുവചനമാണെങ്കിൽ ചുരുങ്ങിയത് 3 എണ്ണം വേണം. ഈ തർവിഹത്ത് പറഞ്ഞാൽ എന്താണ്? വിശ്രമം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ സലാത്ത് എല്ലായിരിക്കൂലേ കുറച്ചേരം, ആ വിശ്രമത്തിനാണ് തർവിഹത്ത് എന്ന് പറയാം. അപ്പൊ തറാവീഹ് എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 തർവിഹത്ത് ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ചുരുങ്ങിയത് 12 റക്അത്തെങ്കിലും ഉണ്ടാവും. കാര്യം 4 കഴിഞ്ഞാൽ 1, 8 കഴിഞ്ഞാൽ 1, 12 കഴിഞ്ഞാൽ 1. അപ്പോഴേ ബഹുവചനായിട്ട് തറാവീഹ് എന്ന് പറയാനെങ്കിലും പറ്റുള്ളൂ. അതുകൊണ്ടാണ് 4 മദ്ഹബിലും തറാവീഹ് 20-നേക്കാൾ കുറവില്ല. 4 മദ്ഹബിലും തറാവീഹ് 20-നേക്കാൾ കുറവില്ല. ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബിൽ 36 ഉണ്ട്, 20-നേക്കാൾ കുറവല്ല. അതെന്തുകൊണ്ടാണ്? മക്കക്കാർ 4 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചാൽ പിന്നെ 1 വട്ടം തവാഫ് ചെയ്യും. അവിടെ കഅബ ഉണ്ട്, തവാഫ് ചെയ്യാൻ പറ്റും. മദീനക്കാർക്ക് അത് പറ്റൂല, കഅബല്ലല്ലോ. അപ്പൊ അവരെന്ത് തീരുമാനിച്ചു? വിശ്രമത്തിന് വേണ്ടി ഇരിക്കണ ഇടണ്ടല്ലോ, അപ്പോ എന്ത് ചെയ്യാ, കുറച്ച് നിസ്കരിക്കാന്ന് വെച്ചു. അങ്ങനെയാണ് അവർക്ക് എന്ത് വരുന്നത്? ഓരോ ഇടയിലുള്ള നിസ്കാരം കൂടി കൂട്ടുമ്പോഴാണ് 36 വരുന്നത്. എന്തായാലും ഒരു മദ്ഹബിലും 20 റക്അത്തിനേക്കാൾ കുറഞ്ഞ തറാവീഹ് ഇല്ലേ ഇല്ല.